നമസ്കാരം. ബഹുമാനപ്പെട്ട കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചതിലൂടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു മാനം നൽകിയിരിക്കുകയാണ്. ഈ വിധി വന്നതോടെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒരു അവസ്ഥ സംജാതമായിരിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹം നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി കോടതിക്ക് മുൻപാകെ കീഴടങ്ങാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച കാലമായി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പൊതുസമൂഹവും ഉറ്റുനോക്കിയിരുന്ന ഈ നിയമപരമായിട്ടുള്ള നടപടി അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ നിർണായക ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ വിഷയം പൊതുജന മധ്യത്തിൽ എത്തിയതോടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് CPM നേരിട്ടുകൊണ്ടിരുന്ന മറ്റ് ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങളിൽ നിന്നും താൽക്കാലികമായിട്ട് ശ്രദ്ധ തിരിക്കാനായിട്ട് സാധിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. കോടതിയുടെ മുൻകൂർ ജാമ്യം നിഷേധിച്ചുള്ള വിധിക്ക് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ദൃഢമായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടത് രാഷ്ട്രീയ നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക നീക്കമായി. ഒരു പാർട്ടിക്ക് തങ്ങളുടെ MLAക്കെതിരെ കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇത്രയും വേഗത്തിൽ കടുത്ത നടപടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് അത് ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് കൂടുതൽ ദോഷം ചെയ്യാതിരിക്കാൻ കോൺഗ്രസ് ശ്രദ്ധിച്ചു എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ്. ഈ നടപടിയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ചോദിച്ചുകൊണ്ട് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ എതിരാളികളുടെ വാദമുഖങ്ങളെ കോൺഗ്രസ് ഫലപ്രദമായി തന്നെ തടഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിച്ചതിലൂടെ CPMന് ഈ വിഷയം ഇനി കൂടുതൽ കാലം കത്തിപ്പടർത്താനായിട്ട് സാധിക്കില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മാധ്യമങ്ങളിലും പൊതുചർച്ചകളിലും ഈ വിഷയം വലിയ ചർച്ചയായി മാറിയതിനാൽ തന്നെ CPMനെതിരെ ഉയർന്നിരുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അതീവ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളിൽ അതിൽ നിന്നും പൊതുശ്രദ്ധ വ്യതിചലിക്കാൻ CPMന് സാധിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് സ്വീകരിച്ച ഈ നടപടി അത് ഈ വിഷയത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തി കുറയ്ക്കുകയും വരും ദിവസങ്ങളിൽ വീണ്ടും ചർച്ചാ വിഷയം അത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് തിരിയാൻ കാരണമാവുകയും ചെയ്യുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ കോൺഗ്രസ് കാണിച്ച വേഗതയും ദൃഢതയും അത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ പത്മകുമാർ ഇപ്പോഴും CPM ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നതായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വലിയ വൈരുദ്ധ്യം കാണാവുന്നതാണ്. ഇവിടെയാണ് CPM നേതൃത്വത്തിന് പൊതുസമൂഹത്തിന് മുന്നിൽ മറുപടി പറയേണ്ടതായിട്ട് വരുന്നത്. കോടതി കുറ്റക്കാരനെന്ന് വിധിച്ചില്ലെങ്കിൽ പോലും ഗുരുതരമായ ആരോപണം നേരിടുന്ന ഒരു MLAയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസ് ഇവിടെ തയ്യാറായപ്പോൾ ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ഉൾപ്പെട്ട ഒരു നേതാവ് ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നത് CPMൻ്റെ ധാർമ്മിക നിലപാടിനെ ചോദ്യം ചെയ്യുന്നതാണ്. ഈ ഇരട്ടത്താപ്പ് അത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ CPMന് വലിയ തിരിച്ചടിയാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഏറ്റവും പുതിയ നീതിന്യായ നടപടി അത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസുവിൻ്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി നിഷേധിച്ചതാണ്. പ്രായം, രോഗങ്ങൾ തുടങ്ങിയ മാനുഷികപരമായിട്ടുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നൽകിയ അപേക്ഷയെ വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞത് ഭക്തജനങ്ങളെ വഞ്ചിച്ച ഈ കുറ്റകൃത്യത്തിൻ്റെ പ്രാധാന്യം കോടതി വേണ്ടത്ര ഗൗരവത്തോടെ കാണുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് പ്രധാന വാർത്തയായപ്പോൾ വാസുവിൻ്റെ ജാമ്യം നിഷേധിക്കപ്പെട്ട വാർത്തയ്ക്ക് മാധ്യമങ്ങളിൽ വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാതെ പോയതും ഈ രാഷ്ട്രീയ വിശകലനത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി 1.5 മാസം കൂടി സമയം നീട്ടി നൽകിയിരിക്കുന്നത് അത് ഈ വിഷയത്തിലെ അടുത്ത ഘട്ടത്തിലേക്ക് വെളിച്ചം വീശുന്നത് തന്നെയാണ്. മാത്രമല്ല 2025 വരെയുള്ള കാലയളവിലെ കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന കോടതിയുടെ പരാമർശം കേസിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാവുകയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിമാരെയും സംശയത്തിൻ്റെ മുനയിൽ നിർത്തുകയും ചെയ്യുകയാണ്. അന്വേഷണത്തിൻ്റെ ഗതി അത് ഏത് നേതാവിലേക്കാണ് എത്തുക എന്നത് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും. ഈ കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടി ഇപ്പോൾ കടന്നു വരുന്നതോടെ ഈ കേസിൻ്റെ മാനം മാറാൻ സാധ്യതയുണ്ട്. കാരണം പോലീസ് റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ FIR വിവരങ്ങളുമൊക്കെ തന്നെ EDക്ക് കൈമാറണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ക്രമക്കേടുകളിലേക്കും കള്ളപ്പണം വെളുപ്പിക്കലിലേക്കുമൊക്കെ തന്നെ അന്വേഷണം നീളാൻ കാരണമാകും. ED അന്വേഷണം ശക്തമാകുന്നതോടെ കേവലം ബോർഡ് പ്രസിഡന്റുമാർ എന്നതിലുപരിയായി ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിമാർ പോലും പ്രതിപട്ടികയിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ദിവസങ്ങൾക്കകം നടക്കാനിരിക്കെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നിപരീക്ഷയായി തന്നെ മാറുന്നതായിരിക്കും. പ്രതിപക്ഷത്തിന് ഈ വിഷയം ഒരു ശക്തമായ പ്രചരണ ആയുധമായി ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറി CPM നേതാക്കൾ നേരിടുന്ന അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ CPM പ്രതിരോധത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടി കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ വിജയം തന്നെയാണ്. ആരോപണങ്ങൾ വന്നപ്പോൾ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് ഒരു MLAയെ പോലും പുറത്താക്കിയെന്ന ധാർമ്മിക ബലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് പ്രവേശിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നതാണ്. ഇവിടെ തങ്ങളുടെ MLAക്കെതിരെ കോടതി കുറ്റക്കാരനെന്ന് വിധിക്കുന്നതിന് മുൻപ് തന്നെ നടപടിയെടുത്തുവെന്ന് പറഞ്ഞ്
സമാനമായ കേസുകൾ നടപടിയെടുക്കാൻ CPM ധൈര്യമുണ്ടോ എന്ന ചോദ്യം അത് കോൺഗ്രസ് ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി നൽകാൻ CPM നേതൃത്വം പ്രയാസപ്പെടുന്നതായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെക്കുറിച്ചുള്ള കോടതി വിധി അത് ഒറ്റനോട്ടത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയായിട്ട് തോന്നാമെങ്കിലും രാഷ്ട്രീയ വിശകലനത്തിൽ ഇത് CPM ഏറ്റവും വലിയ ആഘാതം ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നിന്ന് പൊതുശ്രദ്ധ തിരിക്കാനും വീണ്ടും CPM നേതാക്കൾ ഉൾപ്പെട്ട ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ചർച്ചയാകാനും ഈ വിധി കാരണമായി മാറിയിട്ടുണ്ട്. അതിനാൽ വരും ദിവസങ്ങളിൽ CPM നേതൃത്വം ഈ ഗൗരവമായിട്ടുള്ള ആരോപണങ്ങളെ എങ്ങനെ നേരിടും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ഭാവി.